എൻ്റെ പേര് റോസ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ്. ഞങ്ങൾ വയനാട് ജില്ല മാനന്തവാടിയിൽ നിന്ന് വരുന്നു. ഒരു 8 മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മകളെ കൂട്ടുവാൻ നടന്നു പോകുന്ന വഴി പുറകിൽ നിന്ന് ഒരു ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ടു. ഒരു ബോധവുമില്ലാതെ ഫുള്ളും ബ്ലഡിൽ കുളിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ആരോ കൊണ്ടുപോയി മാനന്തവാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിവരം കിട്ടിയത്. ഞാൻ വേഗം അറിഞ്ഞ പാടെ തന്നെ എപ്പോഴും എൻ്റെ പേഴ്സിൽ ഞാൻ എവിടെ പോകുമ്പോഴും കൃപാസന തൈലവും കാശുരൂപവും കയ്യിലുണ്ടാവും. ആ പേഴ്സും കാശുരൂപവും കയ്യിലെടുത്ത് ഞാൻ അപ്പോൾ തന്നെ കിട്ടിയ വണ്ടിക്ക് പോയി. അവിടെ ചെന്ന് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ആളെപ്പോലും തിരിച്ചറിയത്തില്ല. കണ്ണുകളെല്ലാം തുറിച്ച് പുറത്തേക്ക് വന്ന് നിൽപ്പുണ്ടായിരുന്നു. മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ചെവിയിൽ കൂടെയും ബ്ലഡ് നിൽക്കാതെ ഒഴുകുന്നുണ്ടായിരുന്നു. എല്ലാവരും മരിച്ചു എന്ന് 98% മരണം ഉറപ്പാക്കി അവർ അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ചെറിയൊരു അനക്കം മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം നിന്ന് കരഞ്ഞു. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ആരോ തോന്നിപ്പിച്ചു കൃപാസന തൈലത്തെ. ഞാൻ വേഗം പേഴ്സ് തുറന്ന് എടുത്തു. ആ കൃപാസന തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയോട് പറഞ്ഞു, അമ്മയെ അമ്മയുടെ മകനെ നല്ല രീതിയിൽ തിരിച്ചു തരുവാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാനുള്ള ശക്തി തന്നാൽ മതി, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ കൃപാസന തൈലം ശരീരഭാഗങ്ങളിൽ പുരട്ടി 2 സെക്കൻഡ് കഴിഞ്ഞതേ ചെവിയിൽ നിന്നും വായിൽ നിന്നും മൂക്കിൽ നിന്നും എൻ്റെ ബ്ലഡ് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ തന്നെ എൻ്റെ തോളയിൽ ആരോ 2 തോളിലും തട്ടി എനിക്ക് സമാധാനം തരുന്ന പോലെ തോന്നി. വേറെ ആരുമല്ലേ, ഈശോയും അമ്മയും തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായി. അതോടെ എനിക്ക് നല്ല ധൈര്യം മനസ്സിന് വന്നു. അപ്പോൾ ബ്ലഡിൻ്റെ ലെവൽ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് അവർ വെൻറ്റിലേറ്റർ ആംബുലൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടും ബ്ലഡിൻ്റെ ലെവൽ ക്ലിയർ ആവുന്നില്ല. ഞാൻ കുറച്ച് നേരം നിന്നു. പെട്ടെന്ന് എനിക്ക് ഇതേപോലെ കാശുരൂപം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുവാണ്. വേഗം ഞാൻ പേഴ്സ് തുറന്ന് കാശുരൂപം എടുത്തു. ഹസ്ബൻഡിൻ്റെ ഉള്ളം കയ്യിൽ പിടിച്ച് ജപമാലയുടെ 2 രഹസ്യം മനസ്സിൽ കരഞ്ഞുകൊണ്ട് നിന്ന് ചൊല്ലി. പെട്ടെന്ന് ഓക്സിജൻ ലെവൽ ക്ലിയറായി. വേഗം തന്നെ ആംബുലൻസിൽ മേപ്പാടി വിംസിലെത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, ഏത് സമയം മരണം സംഭവിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് മാതാവിനോട് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 6 ദിവസം കഴിഞ്ഞാണ് ഹസ്ബൻഡ് കണ്ണൊന്ന് അനക്കാൻ തുടങ്ങിയത്. എന്നും ICUവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പ്രാർത്ഥിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് അവിടെ വരുന്ന രോഗികൾക്ക് വേണ്ടിയും അവരുടെ വൈസ്റ്റാൻമാരോട് സംസാരിച്ച് ഈശോ എല്ലാം സുഖപ്പെടുത്തി തരും, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്നും രാവിലെ ചെല്ലുമ്പോൾ ട്യൂബിൽ കൂടെ കൊടുക്കുന്ന ഫ്ലൂയിഡ് രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് കിട്ടിയ ഉപ്പ് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ കൃപാസന തൈലം എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ 6 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നു. ആകെ ഞങ്ങൾ 19 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അതിൽ 4 ദിവസം വെൻറ്റിലേറ്ററിലും 15 ദിവസം ICUയിലുമായിരുന്നു. അവസാനം സംസാരശേഷിയില്ല. ഡോക്ടർക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ മോൾ അവിടെ സ്റ്റാഫായിരുന്നുകൊണ്ട് അവർ നല്ല കെയർ തന്നു. എന്നിട്ട് 4 ദിവസം TV ഒക്കെ ICU പോലെയുള്ള റൂമിലേക്ക് ഞങ്ങളെ മാറ്റി. അവിടെ നിന്ന് ഞാനും മോളും 2 സൈഡിൽ നിന്ന് മാതാവിൻ്റെ ജപമാല എത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ കൂടെ നിന്ന് 2 രഹസ്യങ്ങൾ മുഴുവനായും എൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് സംസാരശേഷി കിട്ടി. ഡോക്ടർക്ക് സന്തോഷമായി. മറിഞ്ഞു വീണ സമയത്ത് ഒരു കണ്ണിൻ്റെ പുരികത്തിന് 8 തുന്നും ഒരു കണ്ണിൻ്റെ പുരികത്തിൽ 2 തുന്നും ആഴത്തിലുമുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന പോലെയൊന്നുമല്ല. 22 ദിവസം മറ്റ് 2 ആളുടെ സഹായമില്ലാതെ എഴുന്നേക്കാനോ ഒന്നും പറ്റുകയില്ലായിരുന്നു. എൻ്റെ വീട്ടുകാരിൽ കൊണ്ടുപോയി നോക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് ആരും പറയില്ല. കണ്ണിൻ്റെ ഞരമ്പുകൾ ചതഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഇപ്പോൾ ഒരു കണ്ണിന് മാത്രം ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്. ബാക്കി എല്ലാം ഈശോയും മാതാവും തന്നു. അതേപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ വരാനിരുന്നതായിരുന്നു. അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിലും കൂടുതൽ ജപമാല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയം തുടങ്ങി ഞാൻ ആർക്ക് വേണ്ടിയും എന്തൊരാവശ്യത്തിന് വേണമെങ്കിലും, ഡ്രസ്സാണെങ്കിലും സാമ്പത്തികമായും വീടില്ലാത്തവർക്ക് പണിയാനൊക്കെ ആണെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു.
അതേപോലെ തന്നെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ലായിരുന്നു. കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടി 2 ആൾക്കാർ വന്ന് 3 ആഴ്ച കൊണ്ട് മടങ്ങിപ്പോയി. എന്നിട്ട് കിണറില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ പുഴയിലെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി നമുക്ക് കിണർ കുഴിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ എന്നും കിണറിന് കുറ്റിയടിച്ച സ്ഥലത്ത് പോയി നിന്ന് രാവിലെ പോയി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലും. അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ എന്നെ അവിടുന്ന് ഉപകരണമാക്കണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3-ാമത്തെ ആൾക്കാർ വന്നിട്ട് മടങ്ങിപ്പോവാൻ നിന്നു. വണ്ടി കയറൂലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ വേഗം ചെന്ന് നമ്മുടെ ഇവിടുന്ന് കിട്ടിയ പച്ചത്തിരിയും നീലത്തിരിയും ഒന്നിച്ച് കത്തിച്ചു. കൈ വിരിച്ച് പിടിച്ച് മുട്ടയിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ വേഗം കുഴപ്പമില്ല, ഞങ്ങൾ എങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞ് അവർ എല്ലാം തോളയിലേറ്റി സാധനങ്ങളെല്ലാം ആ സ്പോട്ടിലെത്തിച്ചു. ഉണർ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അവരെ ഇറക്കുന്ന ആദ്യത്തെ മിഷനിൽ കൃപാസന തൈലം കൊണ്ട് കുരിശ് വരച്ചു, ഉപ്പ് ഇട്ട് കുരിശ് വരച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ മണ്ണിന് ബലക്കുറവുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മ ആ ബലക്കുറവുകളെല്ലാം മാറ്റി പാറയെ പിറന്ന് നീരുറവയാക്കി തന്ന യേശുനാഥനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരോട് ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതിലും നേരത്തെ തന്നെ പാറ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പണിയുന്ന ആൾക്കാർ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് പാറ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഴൽക്കിണർ കഴിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പാറ കണ്ടെന്ന് പറഞ്ഞു. 220 അടിയിൽ തന്നെ നല്ല പോലെ ഫ്ലോയിൽ വെള്ളം കിട്ടി ഞങ്ങൾക്ക് വെള്ളം തന്നു. അതേപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2022 നവംബർ 7-ാം തീയതി ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് വന്ന് വീട്ടിൽ ചെന്ന് 10 വർഷമായിട്ട് വീട് പണിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് വീട് പണിയാൻ സാധിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ച കൊണ്ട് ആശാരി വന്ന് സ്ഥാനം കണ്ടു. വീടിൻ്റെ എല്ലാ പണികളും തീർത്ത് പെയിൻറ്റിങ്, ഇൻ്റർലോക്ക് എല്ലാം ചെയ്ത് തീർത്തു. അതേപോലെ തന്നെ എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു. 3 വർഷവും പരീക്ഷ എഴുതുമ്പോൾ എത്ര നന്നായി പഠിച്ചു കഴിഞ്ഞാലും അവൾക്ക് 1-2 വിഷയം കിട്ടില്ലായിരുന്നു. 4-ാമത്തെ വർഷമായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു പോയി ആ കാശ് രൂപവും തൈലവും കൊണ്ടുപോയി വെഞ്ചരിച്ച കൊന്തയും ഉണ്ടായിരുന്നു. മോളെ എക്സാമിന് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അമ്മേനെ ഞാൻ മോളുടെ കൂടെ വിടുന്നുണ്ട്, മോൾക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അമ്മേനെ ഓർത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഒന്നും പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അവൾ വേഗം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ വിഷയത്തിനും 8-9 ഷീറ്റ് വീതം അവൾക്ക് മനസ്സിൽ പറഞ്ഞു കൊടുത്ത് ഉത്തരങ്ങൾ എഴുതി 2nd ക്ലാസ് മാർക്കോടുകൂടി എല്ലാ വിഷയവും പാസ്സായി. ഞങ്ങൾക്ക് ആത്മീയമായി രാത്രിയിൽ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോകും, പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോരുന്നു. അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലും, കൊന്തയെത്തിക്കും, ഒരു ഡെയിലി ടോക്കുണ്ട് അത് കാണും, വിശുദ്ധ വചനം വായിക്കും. അതിന് ശേഷമേ ഞങ്ങൾ പുറത്തേക്ക് മാറുകയുള്ളൂ. കഴിയുന്നതും അത്രയും ദിവസങ്ങളിൽ പള്ളിയിൽ പോകും. അല്ലാത്ത ദിവസം ഞങ്ങൾ യൂട്യൂബിൽ കൂടി കുർബാനയിൽ കൊള്ളും. ഞങ്ങൾ ആത്മീയമായി ഒത്തിരി അടുത്തു. ഹസ്ബൻഡിനെ കാണാൻ വരുന്നവരോടെല്ലാം അവരെല്ലാം ചോദിക്കും, നീ എന്താ ചെയ്തത്? ഞാൻ അമ്മയും ഈശോയും എന്നെ അനുഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്, അതെല്ലാം അവരോട് ഷെയർ ചെയ്യായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ഒത്തിരി വിശ്വാസമാണ്. അവരെയും കൊന്ത മുടക്കാതെ ചൊല്ലുന്നുണ്ട്. ജപമാലയിൽ അവർക്കും വിശ്വാസമായി. കുറേ അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു. ഞങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ ഭർത്താവിന് പൂർണ്ണമായി ജീവൻ നൽകി ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഒരു വണ്ടി ആക്സിഡൻറ്റിൽ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ആയി റോഡിൽ അകപ്പെട്ടൊരവസ്ഥയിൽ ഈ വൈഫ് ഈ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിലോട്ട് ഓടിച്ചെന്ന് നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് ബ്ലീഡിങ് നിലച്ചതെന്നാണ് പറയുന്നത്. വലിയൊരു അത്ഭുതമാണ്. കാരണം നമുക്കറിയാം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ കനൽ വഴികളൊക്കെ താണ്ടേണ്ടി വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകും. പിന്നീട് ഓക്സിജൻ ലെവൽ ക്ലിയർ ആവുകയും പിന്നെ ഞരമ്പിന് ഡാമേജ് ഉണ്ടാകുന്നു. ഒത്തിരിയേറെ ഡോക്ടേഴ്സ് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിൽ നിന്നെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റിക്കവർ ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ടാണ് ഈ സഹോദരൻ നമ്മുടെ മുമ്പിൽ സാക്ഷ്യത്തിനായി നിൽക്കുന്നത്. ഒപ്പം തന്നെ കുഴൽക്കിണർ
അത് കുഴിക്കാൻ തടസ്സം നേരിട്ടപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അതും കുഴിക്കാൻ പറ്റിയെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.